എല്ലാവർക്കും എൻ്റെ സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 19 തിങ്കളാണ്. പിന്നെ ഇതിനകത്ത് കിച്ചൺ ടിപ്പും ഉണ്ട്. ഇന്നത്തെ ആരോഗ്യകരമായ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലയോ, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനേ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് മുട്ടയാണ് ഒഴിക്കുക. അതിലേക്ക് എൻ്റെ ഈ കുരുമുളക് ഇട്ടു. അതിലേക്ക് ഈ ഉപ്പൂടെ ചേർത്ത്. പിന്നെ ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കുപ്പിയുണ്ട്, നല്ലതാണ്. കുറച്ച് എണ്ണ വീഴുമല്ലോ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമ്പോഴേ തുള്ളിയായിട്ട് വീഴും. നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കാം. പിന്നെ അത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിതങ്ങ് ഇളക്കുവാണ് കേട്ടോ. പറഞ്ഞല്ലോ, ഒരു കൈ പിടിച്ചോട്ട് അടിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, അത് ശരിക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ഇവിടെ പാടാണ്. അതിലേക്ക് ഞാൻ ഇടുന്നത് എന്താണെന്നറിയോ? ഇതെന്താണെന്ന് ഞാൻ പറയാം. ഞാനെൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം കൂടെ അയക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേ 4 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു പുട്ടാണ്. ആ പുട്ട് എനിക്ക് വേണം അങ്ങോട്ട് തൃപ്തിയല്ലായിരുന്നു. ഞാനെന്ത് ചെയ്തു, അതിൻ്റെ കൂടെ 2 കൊഴുക്കട്ടയും പൊടിഞ്ഞിരുന്നു. ആവിക്കങ്ങ് കയറ്റി വെച്ചത്. ആവിക്ക് പൊടിഞ്ഞതാണ് കേട്ടോ. ആവിക്കെന്നല്ല, ഇഡ്ഡലിത്തട്ടിൽ ആവി കയറ്റിയതാണ്, അല്ലാതെ പുട്ട് കുറ്റിയിലൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോഴേ അത് ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? 2 ദിവസം മുമ്പ് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. 2 ദിവസം മുമ്പ് ഞാൻ ആ പുട്ട് എടുത്ത് എന്ത് ചെയ്തെന്നറിയാം? ഒരു വഴുതനങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം ചേർത്ത് കടുക് വറുത്ത് ഒരു ഉപ്പുമാവ് പോലെ ആക്കി. അത് 2 ദിവസം അങ്ങനെ കഴിച്ചു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നും അത് കുറച്ച് ഇരിപ്പുണ്ട്. ഫ്രിഡ്ജിൽ കൂട്ടുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. അത് ഫ്രിഡ്ജിലിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. കാരണം കൂടുതൽ പേരുണ്ടെങ്കിൽ ഇതൊന്നും സാധ്യമല്ല, അതും എനിക്കറിയാം. അപ്പം ഇതിനകത്ത് മുട്ടയായി, പച്ചമുളകും ഉള്ളിയും വഴുതനങ്ങയൊക്കെ ചേർത്തുകൊണ്ട് പച്ചക്കറിയായി, പിന്നെ കാർബോഹൈഡ്രേറ്റായി, തേങ്ങ നമുക്ക് നല്ലതാണ്. ഞാൻ തേങ്ങ ഇട്ടോ ഇല്ലയോ എന്ന് ഓർക്കുന്നില്ല. തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇട്ട് കാണിയാലോ. ഉപ്പുമാവിന് ഞാൻ സാധാരണ തേങ്ങ ചേർക്കാറില്ല. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഫാറ്റ് നമുക്ക് കുറച്ചൊക്കെ ഈ വെളിച്ചെണ്ണയൊക്കെ ആവശ്യമാണ് കേട്ടോ. ഒട്ടും ഇല്ലാതെ നമ്മൾ കഴിച്ചാലും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു മിനിറ്റ് അങ്ങ് മൂടി വെക്കാം. വെള്ളം കൂടെ ഒഴിച്ചായതുകൊണ്ട് സാരമില്ല, അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. പിന്നെ ഒന്ന് സോഫ്റ്റ് ആകട്ടെ. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ 2 പഴമൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ പ്ലേറ്റിലെടുത്തിട്ട് കാണിക്കാം. ഇപ്പോഴേ ഉപ്പുമാവ് റെഡിയായി. ഈ പാത്രത്തിലല്ലേ ഒരു ഉപ്പുമാവ് എടുക്കുന്നത് കേട്ടോ. ഇത് ഇരുന്ന പാത്രം, അപ്പോൾ ഒരു പാത്രം കുറച്ച് കഴിയാൻ മതിയല്ലോ. അതും ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഏതായാലും ഇതങ്ങ് തീർക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് എടുത്താൽ. പിന്നെ അത് കഴിഞ്ഞ് 2 പഴമുണ്ട് കേട്ടോ. ഞാലിപ്പം പഴമാണ്. കാണുന്നതിലൊക്കെ വലുതാണ് കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഇപ്പം തിന്നും. ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പച്ചമുളക്, ഉള്ളി, സവാള, പിന്നെ വഴുതനങ്ങ മുതലായ പച്ചക്കറികളുണ്ട്. മുട്ടയുണ്ടുകൊണ്ട് നല്ല പ്രോട്ടീനും ഉണ്ട് കേട്ടോ. പിന്നെ പഴവും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിളല്ലേ? എനിക്കിതിലാകെ ചിലവായത് 2 മിനിറ്റ്. പിന്നെ അപ്പം ഫ്രിഡ്ജിലെ കൂട്ടുന്നവർക്കേ പറ്റത്തുള്ളൂ കേട്ടോ. അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ കഴിയുന്നത്. ഇതിന് യാതൊരു കുഴപ്പമില്ല. നല്ല കൂളിങ്ങിലിരുന്നാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ വീണ്ടും ചൂടാക്കിയിട്ട് ഇതിപ്പം ഇതിൻ്റെ ബാക്കി വെച്ചേക്കരുത് കേട്ടോ, വെച്ചാലത് ശരിയാകുകയില്ല. ഇതിപ്പം തീർക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ എന്നെപ്പോലെ ഒറ്റയ്ക്കുള്ളൊരു ചെറിയ കുടുംബക്കാർക്കൊക്കെ ചെയ്യാവുന്ന, പുട്ട് ബാക്കി വന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. ഒരു വെറൈറ്റി ഫുഡല്ലേ. ഇപ്പം സാധാരണ ഞാനല്ലാതെ വേറെ വല്ലവരും ഉണങ്ങി ആ പുട്ടിൻ്റെ ബാക്കി എടുത്ത് കളഞ്ഞേനെ. കാരണം അത് ഉണങ്ങിയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നനഞ്ഞും കൂടിപ്പോയി. എന്തോ എനിക്ക് പുട്ട് അങ്ങനെ
ചിലപ്പം തന്നെ തിന്നുന്ന ഇഷ്ടമല്ല. പിന്നെ അന്ന് നിവൃത്തികേടില്ല, വേറെ എളുപ്പം നോക്കിയപ്പം തേങ്ങ ഉണ്ട്, എന്നാൽ പിന്നെ നനച്ചങ്ങോട്ട് ആവിക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇത് അനുകരിക്കാവുന്നവരൊക്കെ അനുകരിക്കുക. ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും പിന്നെ അപ്പം ബൈ.